പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലെ ഗൂഢാലോചനയിൽ അടക്കം തന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രതിക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് SIT റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് SIT കോടതിയിൽ ആവശ്യപ്പെടും. എന്നാൽ സ്വർണ്ണ കവർച്ചയിൽ തന്ത്രിക്ക് ബന്ധമില്ലെന്നും കുടുക്കിയതാണെന്നുമാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പ്രതിഭാഗമെന്നുള്ള സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ വാദം തന്നെ ഉയർത്തിക്കൊണ്ടായിരിക്കും പ്രതിഭാഗം ഈ ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെ വ്യക്തമാകുന്നു. സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലെ ഗൂഢാലോചന അടക്കം തന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുള്ളത്. അപ്പോൾ തന്നെ ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ ബന്ധം ചർച്ച ചെയ്യപ്പെട്ടതാണ്. പല ചിത്രങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യമുള്ള ചിത്രങ്ങളിലെല്ലാം കണ്ഠരര് രാജീവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഈ കേസിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. ആ ഒരു നിരീക്ഷണത്തിലാണ് പിന്നീട് തന്ത്രിയിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തുന്നത്. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പിന്നീട് കസ്റ്റഡിയിലാക്കുന്നത്, റിമാൻഡിലാക്കുന്നത്. ആ റിമാൻഡിലായതിനു ശേഷം പിറ്റേ ദിവസം തന്നെ ദേഹാസ്വാസ്ഥ്യം മൂലം തന്ത്രി കണ്ഠരര് രാജീവര് ആശുപത്രിയിലാകുന്നത് നമ്മൾ കണ്ടു. ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ തന്ത്രി കണ്ഠരര് രാജീവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയിലേക്ക് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് തന്നെ പ്രധാനമായും അറിയേണ്ടതുണ്ട്. ഈ ഇത്രയും പരാമർശങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു അങ്ങനെയൊരു കാര്യം തന്നെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പരാമർശങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ അനുജ്ഞ വാങ്ങിയല്ല ഈ തന്ത്രി ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി അയച്ചത് എന്നുള്ള കണ്ടെത്തലൊക്കെ വലിയ രീതിയിൽ ഈ റിപ്പോർട്ടിലടക്കമുണ്ട്. എന്നാൽ അനുജ്ഞയെ സംബന്ധിച്ചൊക്കെ തന്ത്രിയും ദേവനും തമ്മിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ് ഒരു വകുപ്പ് അല്ലെങ്കിൽ അതൊക്കെ ഒരു കുറ്റമായി എങ്ങനെയാണ് ചുമത്താനാവുക എന്നുള്ള ചോദ്യവും തന്ത്രിക്ക് പിന്തുണയായി നിരവധി പേർ ഉയർത്തുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കുറ്റങ്ങൾ നിലനിൽക്കില്ല, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചേ തീരൂ, അല്ലെങ്കിൽ തന്ത്രിക്ക് ഇതിൽ വലിയ പങ്കില്ല, തന്ത്രിക്ക് ഈ അനുവാദം നൽകുന്ന അത് മാത്രമേ തന്ത്രി ചെയ്തിട്ടുള്ളൂ എന്നുള്ള വാദമുയർത്തി പ്രതിഭാഗം അവിടെ വാദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് തന്ത്രിയെ കുടുക്കിയതാണെന്ന് പ്രതിഭാഗം വാദിക്കുമ്പോൾ തന്ത്രിയെ പുറത്തുവിട്ടാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വാദമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഉയർത്തുക എന്നുള്ളത്. അപ്പോൾ ജാമ്യാപേക്ഷ ഇന്നെന്തായിരിക്കും വിധി എന്നുള്ളതും അറിയണം. തന്ത്രി അകത്തേക്കോ പുറത്തേക്കോ എന്നുള്ളതാണ് ഇന്ന് തീരുമാനമാകുക.